കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പുതിയ ഉണർവാണ്, ഒരു ഭയങ്കര ഒരു റൈസിങ് സ്പിരിറ്റാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4 ദിവസം കൊണ്ട് ഇപ്പം ഞാൻ ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം 1.5 കോടിയിലധികം ആൾക്കാർ അതിൻ്റെ ഫോളോവേഴ്സായി ഇൻസ്റ്റയിൽ ഇതങ്ങ് തിളച്ച വൈറൽ ട്രെൻഡായിട്ട് പോവുകയാണ്. BJP ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. വിറങ്ങലിച്ച് അതവർ സോഷ്യൽ മീഡിയ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരവരുടെ എക്സ് അക്കൗണ്ട് ഏകദേശം ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് 200 ഏകദേശം 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായി. പിന്നീട് അതങ്ങ് ഷാർപ്പായിട്ട് കൂടി. അവർ സ്ഥിരം അവരുടെ ഏജൻസികളെ കൊണ്ട് BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത് കംപ്ലൈൻറ്റ് ചെയ്തത് പൂട്ടിക്കാൻ ശ്രമിക്കുന്നു. ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അതിനെ ഏജൻസികളെ കൊണ്ട് പൂട്ടിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഓരോന്നും പുറത്ത് വരുമ്പോൾ ഈ CJP എന്ന് പറയുന്ന അഭിജിത്ത് ദിപ്റ്റേ അയാളുടെ ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് ഇന്ത്യയിലങ്ങ് മാറി. അതായത് മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയാം. എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഇപ്പോൾ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ആ രീതിയിലോട്ട് വല്ലാത്ത രീതിയിൽ അങ്ങ് സ്വിങ് ചെയ്തു. അതുകൊണ്ടാണ് BJP പെട്ടിരിക്കുന്ന അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ അഭിജിത്ത് ദിപ്തെ അതേപോലെ തന്നെ CJP അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന അറ്റാക്കോടുകൂടി അവർ സൈലൻ്റ് ആവുകയാണ്. അത് നിങ്ങൾക്കറിയാം, ആദ്യം ഉപയോഗിക്കുന്ന BJP അമേരിക്കൻ ചാരൻ, അതേപോലെ കാരണം ഇയാൾ ബോസ്റ്റണിൽ നിന്നാണ് ഈ സംഭവം അവിടെ പഠിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് ഒരു സാറ്ററിക്കൽ, അതായത് തമാശ രൂപേണ ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശത്തിനെതിരെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു മൂവ്മെൻ്റ് ആവുകയും BJP ആദ്യം ഇത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ മനസ്സിലായി അവരെക്കാളും വലിയ ഫോളോവേഴ്സ് ഇത്ര സമയത്തിനുള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പ്രധാനമന്ത്രി മോദിയേക്കാൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ പോവുക ഇത്. അപ്പോൾ ആ രീതിയിൽ ഇതങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ BJPക്ക് അറിയാം അവർക്ക് തലയ്ക്ക് അടിയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഭയന്നിരിക്കുന്നത്. അവർ പല നരേറ്റീവ്സാണ് ഉപയോഗിക്കുന്നത്. ആൻറ്റി ഇന്ത്യ, ഇന്ത്യക്കെതിരെ വാടയാണ്, കോടയാണ്, ഹിന്ദു സംഭവമൊന്നും കേൾക്കുന്നില്ല. കാരണം ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നവർ ഈ പറയുന്ന ഹിന്ദുത്വം, രാമരാജ്യവും ജയ് ശ്രീറാമിനോട് താല്പര്യമുള്ളവരൊന്നും അല്ല. കാരണം അതവരുടെ പേരൻസ് ഉണ്ടായിരുന്നു, അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർക്കറിയാം ഇതൊക്കെ കളിപ്പീരാ. നിന്നത് ചെറുപ്പക്കാർക്ക് കൃത്യമായിട്ടറിയാം പശു, ചാണകം, ഹിന്ദുത്വ ഇതെല്ലാം കബളിപ്പീരാന്നറിയാം അവർക്ക്. ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ദേശഭക്തി ഈ സാധനം പുഴുങ്ങി തിന്നാനും പറ്റത്തില്ല. ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് മാറുന്ന ഇന്ത്യ ആയിരിക്കണം. അതായത് ഈ പറയുന്ന സെമി കണ്ടക്ടർ ആണെങ്കിലും AI ആണെങ്കിലും അതനുസരിച്ച് മാറുന്നൊരു ഇന്ത്യയാണ് അവർക്ക് താല്പര്യം. അല്ലാതെ ഈ പറയുന്ന പുണ്യപുരാതനമായ 5000 വർഷവും 10000 വർഷവുമുള്ള ഇന്ത്യ ഒന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. പുതിയ ഇന്ത്യയാണ്, ഗ്ലോബലൈസ്ഡായി ചെയ്യുന്ന ഇന്ത്യയാണ് അവർക്ക് താല്പര്യം. ഇപ്പം വിജയ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ലീഡർ, സിനിമാ താരം, തമിഴ്നാട്ടിൽ എമേർജ് ചെയ്ത് പൊളിറ്റിക്കൽ ലീഡറായ സമയത്ത് നിങ്ങൾക്ക് BJP ചെയ്ത പരിപാടി ഓർമ്മയുണ്ടായിരിക്കും. പെട്ടെന്ന് CBI കേസ്, പെട്ടെന്ന് ED കേസ്, അതൊന്നും ഇവർക്കെതിരെ ചെയ്യുക. ഈ പാർട്ടി എന്തോ ചെയ്യാനാ? അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ടവരൊക്കെ മറ്റു പല ഭാഗത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. വല്ലാതെ പെട്ടിരിക്കുകയാണ് ചെറുപ്പക്കാരെ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനിടയ്ക്ക് അഭിജിത്ത് ദിപ്തെ എന്ന് പറയുന്ന ആ ദലിത് അംബേദ്കറായിട്ട് പറയുന്നൊരു സംഭവമുണ്ട്. അത് പ്രധാന സംഭവം തന്നെയാണ്. അതിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്. സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് സെൻസേഷനാണ് ഇതുണ്ടായിരിക്കുന്നത്. വേണമെങ്കിൽ ലോകത്ത് ഈ കുറച്ച് സമയം കൊണ്ട് ലോകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇത്രയും മെമ്പേഴ്സിനെ ഇത്രയും ഫോളോവേഴ്സിനെയും ചേർത്തിട്ട് ലോകത്ത് ഇന്ത്യൻ ജനസംഖ്യ കൂടുതലാണ്. അതേപോലെ വിദേശത്തുള്ള പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവരൊക്കെ ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യുകയാണ്. ഉറപ്പായിട്ട് ഡയറക്റ്റ് ടാർഗറ്റാണ് മോദി ആൻഡ് BJP, വേറെ ആരുമല്ല. ഉറപ്പായിട്ടും ഇതിനകത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടി ഒലിച്ചുപോയി. കാരണം അവർക്ക് പ്രാധാന്യമില്ലാതായി. ഇതാണ് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞത്. കാരണം ഒരു ഓൾട്ടർനേറ്റീവായിട്ടൊരു ഫോഴ്സായിട്ട് കടന്നു വരികയാണ്. ഇപ്പം ജർമ്മനിയിൽ AfD ഭയങ്കര ഫോഴ്സായി. അതേപോലെ തന്നെ UK റിഫോംസ് പാർട്ടി
അപ്പം നോക്കുക, അതായത് മോദിയെയും BJPയെയും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. എൻ്റെ പല സുഹൃത്തുക്കളും BJPയുടെ അനുഭവമുള്ളവർ BJPക്കാരൊക്കെ പറയുന്നുണ്ട്, വരാൻ പോകുന്ന 50 വർഷം BJP ഇന്ത്യ ഭരിക്കും, മോദിയെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞാൻ കൃത്യമായിട്ട് പറയാം, ഒറ്റ വർഷത്തിനുള്ളിൽ മോദിയെ ചലഞ്ച് ചെയ്യും. ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ചലഞ്ച് ചെയ്യുക. ആൾക്കാരോ പലയിടത്തും ജോയിൻ ചെയ്യുക മാത്രമല്ല, ആക്റ്റീവ്. കാരണം സോഷ്യൽ മീഡിയ കൂടെ മതി, എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്ത്യ ഒരു എക്കണോമിക് ക്രൈസിസിലോട്ട് പോവുകയാണ്. ഈ പറഞ്ഞ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് കയറി വരികയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമുണ്ട്. നീറ്റ് എക്സാമിനേഷൻ ഏകദേശം 22 ലക്ഷത്തോളം കുട്ടികളാണ് എഴുതിയത്. അപ്പം ഇവരുടെ പേരൻസ്, ഈ എഴുതിയ കുട്ടികൾ, ഇവരെല്ലാം വോട്ടിംഗ് പ്രായമുള്ള കുട്ടികളാണ്. ഇവരൊക്കെ അവരുടെ ഇത്രയും പാടുപെട്ട എക്സാമിനേഷൻ എഴുതുന്നു, അത് ലീക്കാക്കുന്നു. അപ്പോൾ അവരുടെ ഡിമാൻഡാണ് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ, HRD മിനിസ്റ്റർ, NTA, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അയാൾ രാജിവെക്കണം. കണ്ടോ, പിച്ച് മാറുന്ന കണ്ടോ. അപ്പം അങ്ങോട്ട് പോവുകയാണ് സംഭവം. അതായത് ഇന്ത്യയിൽ സ്പൊറാഡിക്കൊരു മൂവ്മെൻ്റ് ഉണ്ടാവുകയാണ്. ഇത് ഇന്ത്യയുടെ മുക്കിനും ന്യൂക്ക് ആൻഡ് കോർണർ. കാരണം ഡിജിറ്റൽ ഇന്ത്യയാണ്, എല്ലായിടത്തും ഈ സാധനം കിട്ടും. ഒരുപെട്ട എല്ലാ ചെറുപ്പക്കാരുടെയിലും മൊബൈലുണ്ട്. ഇതങ്ങ് നിങ്ങൾ നോക്കുക, ഇൻ്റർനെറ്റിൽ എക്സിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മുഴുവൻ ഇത് മാത്രമേ ഉള്ളൂ. മോദി മെലോനിക്ക് പോയി ചോക്ലേറ്റ് കൊടുത്തുമൊക്കെ അങ്ങ് പോയി, മുഴുവനും വൈപ്പ് ഔട്ട് ചെയ്തു പോയി. അതായത് ഇന്ത്യൻ മീഡിയ പോലും ഞെട്ടിയിരിക്കുകയാണ്. അവരെങ്ങനെ ഈ വാർത്ത മുന്നോട്ട് കൊടുക്കും? കാരണം ഈ പറയുന്ന അഭിജിത്ത് ഡിപ്റ്റയെ ഡിമോളിഷ് ചെയ്യാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ ആളോ മാടയാണോ കോടയാണോ എന്നൊക്കെ പറയും. ഇപ്പോൾ കോൺഗ്രസും പറയുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി അവരെയും റീപ്ലേസ് ചെയ്യുകയാണ്, BJPയെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകുകയാണ്. പ്രത്യേകിച്ച് ഒരു ദളിത് യുവാവ് വിദേശത്ത് പഠിക്കുന്ന, നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. മനസ്സിലാക്കുക, ഈ പയ്യൻ്റെ പ്രസംഗം ഈ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. പ്രസംഗം മാത്രമല്ല, ഇന്ത്യൻ ചാനലുകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. വളരെ ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് കൃത്യമായിട്ടാണ് പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാരന്മാർ പറയുന്ന പോലൊന്നുമല്ല പറയുന്നത്. അതായത് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റം തെറ്റാണ്, അത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ തെറ്റാണ്, അത് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആവുന്നു. ഇന്ത്യയുടെ തൊഴിൽ, ഇന്ത്യയിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഇന്ത്യയിൽ പ്ലാറ്റ്ഫോം ഇല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി കള്ളം പറയുന്നു. കൃത്യമായിട്ടാണ് പറയുന്നത്. അത് വളച്ചു കെട്ടിയൊന്നും പറയുന്നൊന്നുമില്ല. അതേപോലെ ഇന്ത്യയുടെ കാസ്റ്റ്, ജാതി, മതം അത് വേണ്ട. അപ്പം അവർ പറയുന്ന അജണ്ടയുണ്ട്. അത് നിങ്ങളെ പ്രൊപ്പഗണ്ടെന്ന് എന്ത് പറഞ്ഞാലും ഇതൊരു അജണ്ടയാണ്. ഇത് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കൺസർവേറ്റീവായിട്ടുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞ 75 വയസ്സുള്ള മോദിക്കും 57 വയസ്സുള്ള രാഹുൽ ഗാന്ധിക്കും എന്താണ് 30 വയസ്സുകാരും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് എയുടെ ലോകത്ത്. അതായത് ഇവർക്കൊക്കെ അറിയാം, വന്നു കഴിഞ്ഞ് ഇവരുടെയൊക്കെ ജോലി തെറിക്കും, ഇവർക്കൊന്നും ജോലി കിട്ടാതാകും. എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്? എല്ലാം വാഗ്ദാനങ്ങളും കപടതകളും അമ്പലങ്ങളും മാത്രം മതിയോ? എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് എന്താണ് പ്രതീക്ഷയുള്ളത്? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതാണ് ഈ പയ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റു പല സ്റ്റേറ്റുകളിലും ഈ പറയുന്ന അതിനെ ഫോളോ ചെയ്ത് പല സ്റ്റേറ്റുകളിലും പെട്ടെന്ന് ഇത് എമേർജ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഇത് ഭയങ്കര സംഭവമായിട്ട് വരികയാണ്. 4-5 ദിവസം, ഇപ്പോൾ ഒരു മാസം 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിച്ചങ്ങ് മാറും. പിന്നീട് ഈ പയ്യൻ പറയുന്ന സംഭവമുണ്ട്. അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും കാണിച്ച പോലെ നാഷണൽ അസറ്റുകൾ അത് നശിപ്പിക്കാൻ ഒന്നും പോകരുത്. നമ്മൾ പ്രതിഷേധിക്കുക നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ. അതായത് വണ്ടി തകർക്കാനോ ട്രെയിൻ തകർക്കാനോ അത് കത്തിക്കുക, അതൊന്നുമല്ല ഇവിടെ ആവശ്യം. അതായത് നമ്മുടെ പ്രതിഷേധം അറിയിക്കുക. സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധം അറിയിക്കുക. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ പ്രതിഷേധം അറിയിക്കുക. ഇന്ത്യയിൽ സാധനങ്ങൾക്ക് വില കൂടുന്നു, പ്രതിഷേധം അറിയിക്കുക. ജീവിക്കാൻ പറ്റുന്നില്ല, പ്രതിഷേധം അറിയിക്കുക.
അല്ല തല്ലി ഓടിച്ച്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റുകൾ നശിപ്പിക്കരുത്. എന്ത് ക്ലീനാണ് ഈ സംഭവം. എന്തൊരു വളരെ 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 സെൻസിബിൾ ആയിട്ടുള്ള മോഡറേറ്റ് ഇന്ത്യയിൽ, മോഡേൺ ഇന്ത്യയിൽ അതൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതാണ് ഇന്ത്യയുടെ പുതിയ ജനറേഷൻ ജെൻസിയുടെ തോട്ട്സ്. അവർക്ക് കൃത്യമായിട്ടറിയാം ഇത് ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, അതിനെതിരെയല്ല. ഇന്ത്യയിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. പുതിയ ലോകം, നമുക്ക് പുതിയ ഇന്ത്യ ഉണ്ടായേ മതിയാവത്തുള്ളൂ. ഇന്ത്യയുടെ പേര് ഭാരതമായിക്കൊണ്ടൊരു കുന്തം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ വന്ദേ ഭാരതം വന്ദേ മാതരം ഉണ്ടായിക്കൊണ്ട് മാറാൻ പറ്റത്തില്ല. ഇവിടെ ചാണകവും പശുവിൻ്റെ മൂത്രവും വെച്ച് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സയൻറ്റിഫിക് ടെമ്പറിൽ തന്നെ പോകണം. അതാണ് ഇന്ത്യ. കൃത്യമായ സന്ദേശമാണ് കൊടുക്കുന്ന ചെറുപ്പക്കാർ. ഇതിലാണ് മോദിയും BJP ഇൻക്ലൂഡിങ് കോൺഗ്രസും ആടി ഒലയുന്നത്. അവർക്കറിയാം ഇതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വെടി തീർക്കും. അതായത് വീണ്ടും ആവർത്തിക്കാം, ഹിന്ദുത്വ രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിനൊക്കെ വെടി തീരാൻ പോവുകയാണ്. നിങ്ങൾ എന്തു കുന്നം പറഞ്ഞാലും ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഇന്ത്യ കയ്യിലെടുക്കും. ഇന്ത്യയിലെ ദളിറ്റ്സ് അവർ അതിശക്തമായി 7ഓളം മന്ത്രിമാരാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ദളിത് മന്ത്രിമാർ തമിഴ്നാട്ടിൽ അധികാരമേറ്റത്. ആ മാറ്റം നിങ്ങൾ കാണണം. അത് ഇന്ത്യയിലും ഉണ്ടാകും. അതായത് ജാതി മത സ്പർദ്ധ, ഹിന്ദു മുസ്ലിം അടി, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കയറി അടിക്കുന്നു. ഇതിനൊക്കെ പരിസമാപ്തി ഉണ്ടാകാൻ പോവുകയാണ്. ഇതാണ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻ്റ് എന്ന് പറയാൻ മോദിയെ കൊണ്ടും BJPയെ കൊണ്ടും ഇന്ത്യ ഭരിക്കുന്ന ആരാണെങ്കിലും തൊടാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് മൂവ്മെൻറ്റ് ചലിക്കുന്നത്. ഈ മൂവ്മെൻറ്റ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. ശരിയായ സമയത്ത് മൂഡ് ഓഫ് ദ നേഷൻ കറക്റ്റ് സമയത്ത് ഹിറ്റ് ചെയ്തു. ഈ മൂവ്മെൻറ്റ് ഇന്ത്യ റീഷേപ്പ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.